നിൻ്റെ വീട്ടിലേക്ക് ഡിജിറ്റൽ സർവേ എടുക്കാൻ വേണ്ടി വന്നതാരാ നോക്കുമ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന 2 സബ്സ്ക്രൈബേഴ്സാണ്. എവിടെ നാളെ ഒന്ന് പരിചയപ്പെട്ടാൽ നന്നായിരുന്നു. ചാനലിൽ എൻ്റെ കീഴ്ശ്ശേരി ബഷീർ, മിസ്ബർ, കീഴുപറമ്പ്, മലപ്പുറം തന്നെ. അപ്പോൾ ഇങ്ങനെ 2 സുഹൃത്തുക്കളാണ് എൻ്റെ വീടിൻ്റെ സർവേ, ഡിജിറ്റൽ സർവേ ഉള്ളതിന് എല്ലാം കേരളം മൊത്തം ഡിജിറ്റൽ സർവേ സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക. ആ പഴയ പേപ്പർ സംവിധാനം എന്നോ മാറേണ്ടതാണ്. പല രാജ്യങ്ങളും മാറിക്കഴിഞ്ഞു, ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു. കേരളം ഇത് ഓൾമോസ്റ്റ് എത്തിയില്ലേ. ഇങ്ങനെ മൊത്തം കേരളം ഇങ്ങനെ ആവുന്നു. കേരളം ഈ സർവേ ചെയ്യുന്നുണ്ടല്ലേ. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്തൊക്കെയായിരിക്കും ഇതിനുള്ള ഗുണം? ഒന്ന്, നമുക്കിപ്പോൾ സെല്ല് ചെയ്യാനൊക്കെ ഡിജിറ്റലിൻ്റെ പ്രിൻ്റ് ഔട്ട് മതിയാവുന്നേ. ഇതുപോലത്തെ ഒരു ആധാരം വേണ്ടി വരില്ല. തൽക്കാലം അത് ഫോളോ ചെയ്യുമല്ലേ, പഴയ കോപ്പിയൊക്കെ ഫോളോ ചെയ്യും. പിന്നീട് 100% ഡിജിറ്റൽ സർവേയിലേക്ക് വരും. അതിൻ്റെ ഒരു സർവേയാണ്. അതിൽ ഏറ്റവും എന്നെ ആകർഷിച്ചത് ഈ ഒരു യന്ത്രം. ഇതിന് എത്ര ലക്ഷത പറഞ്ഞത്? അത് കേട്ടോ ഞെട്ടി. ഇതൊരു GPS റിസീവറാണ്. 22 സാറ്റലൈറ്റുകൾ റിസീവ് ചെയ്തിട്ടാണ് ഭൂമിയുടെ കൃത്യ ലൊക്കേഷൻ നിർണ്ണയിക്കുന്നത്. സമുദ്രം തന്നെ എത്ര ഉയരത്തിലാണ്, എത്രയാണ് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ്, ആൾട്ടിറ്റ്യൂഡ് എല്ലാം വളരെ കൃത്യമായിട്ട്. ഇപ്പോൾ അദ്ദേഹം ഇതിലെ കണ്ടു ഇത് ചെയ്യുന്നത് ഈ ഒരു ടാബിൻ്റെ സഹായത്തോടെയാണ്. ഈ ഒരു ഫുൾ കിറ്റിന് ഏകദേശം ലക്ഷക്കണക്കിന് രൂപയുണ്ട്. ഇതേതാ ബ്രാൻഡ്? ഇതിൻ്റെ കമ്പനിൻ്റെ പേര് തന്നെയല്ലേ? ലൈക്ക് അല്ലേ? ജർമ്മനി അല്ലത്? ആണ്ടോ? 15 ലക്ഷം കേട്ടോ? ശരിയാണോ? ഏകദേശമൊക്കെ ഉണ്ടല്ലേ. 10-15 ലക്ഷം രൂപയുടെ ഒരു മുതലാണിത്. ഏതായാലും ഇത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് പിന്നെ ഇതൊക്കെ സിവിൽ കഴിഞ്ഞിട്ട് ഇതൊക്കെ സർവേയർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കോഴ്സ് തന്നെ ഉണ്ടല്ലോ, സർവേയർ. അപ്പോൾ സർവേയർമാർ ഇനിയിപ്പോൾ പഴയ പേപ്പറും ഒരു ടാപ്പും പിടിച്ചിട്ടുള്ള പരിപാടിയല്ല. ഇതുപോലത്തെ ഹൈടെക് കമ്പ്യൂട്ടർ ലക്ഷക്കണക്കിന് രൂപയുടെ മുതലൊക്കെ പിടിച്ചിട്ടായിരിക്കും ഇനി എഞ്ചിനീയർമാരായിരിക്കും സർവേ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ലാസ്റ്റ് ഇങ്ങോട്ട് പോയിട്ട് ഈ മതിൽ, ഈ കെട്ട്, ആ മതിലൊക്കെ എൻ്റെത്, ഈ മതിലൊക്കെ എൻ്റെത്. അതിപ്പോൾ അവിടെ ഭൂമിയിൽ മുട്ടിയ ആ പോയിന്റ് എടുക്കുക, അതാ ഈ പോയിന്റ് എടുക്കുക. അതായത് താഴത്തെ മുട്ടിയ പോയിന്റ് അപ്പം അങ്ങനെ ചെരിച്ച് പിടിച്ചാലും കിട്ടും. അതായത് 60 ഡിഗ്രി വരെ ചെരിച്ചാലും കിട്ടും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഭൂമിയിൽ മുട്ടി എന്നുള്ളത് അറിയാം. ആ മുട്ടിയ പോയിന്റ് ഇപ്പോൾ അവിടെ നിന്ന് കിട്ടും ചെയ്യും, കിട്ടും. അല്ല, GPS സിഗ്നൽ കിട്ടിയെന്നുള്ള സിഗ്നൽ ഉണ്ടാവുന്നില്ലല്ലേ? രണ്ടും പച്ചയായി. ആ ബ്ലൂ എന്താ? ആ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തുള്ള. മറ്റേത് ആ ബ്ലിങ്ക് ചെയ്യുന്നത് സിഗ്നൽ ലഭിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ റിസൾട്ട് ആവില്ല, കാരണം ക്യാച്ച് ആയിട്ടില്ല. നമുക്കിതിപ്പോൾ ഇങ്ങനെയൊക്കെ പിടിക്കണമെങ്കിലേ നമുക്ക് 2 സബ്സ്ക്രൈബേഴ്സിൻ്റെ തന്നെ ഇത് ഈ ഒരു ജോലി ചെയ്യുന്ന വലിയ സന്തോഷം. അങ്ങനെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എടുത്തതാണ്. കഴിഞ്ഞു. നമ്മൾക്കൊക്കെ ഏകദേശം റെഡിയാണ് അല്ലേ? നമുക്ക് കാണാൻ പറ്റും. സാറ്റലൈറ്റ് ഒക്കെ ഇതിലെങ്ങനെ ഒന്ന് കാണാൻ പറ്റുമോ? എത്ര സാറ്റലൈറ്റ് എടുക്കുന്നുണ്ട് നമുക്ക്? 20 സാറ്റലൈറ്റ്. ഇതാ ഒന്ന് വെച്ച് നോക്കുകയാണ്. ഇതെവിടെ ഏരിയ പോകണമെന്ന് റെഡി 20 സാറ്റലൈറ്റ് അല്ലേ? ഇപ്പോൾ ലൈവ് ഒരു ലിസ്റ്റ്, ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് വന്നിരുന്നല്ലോ. ഒരു മിനിറ്റ്. അയ്യോ, ഓഹോ, ആ ലൈനിലേക്ക് എടുക്കണം അല്ലേ? അങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി. ഓ, 23. പിന്നെ അതെ, നാവിക്ക് ഒരു ഇന്ത്യൻ സാറ്റ് മാത്രം നിങ്ങൾ ഉണ്ടാവുന്ന ഇന്ത്യൻ്റെ ഒരു സാറ്റലൈറ്റും. ആ നാവിക്ക് ഇതാണ് ഇന്ത്യൻ്റെ അല്ലേ? ഓക്കെ. ഇത്രയും ഇൻഫോർമേഷൻ എടുത്താണ് എക്സാക്റ്റ് ലൊക്കേഷൻ നിർണ്ണയിക്കുന്നത്. ഇനി ഇതിൻ്റെ നമുക്കൊരു ഡിജിറ്റൽ കോപ്പി നമുക്ക് വേണം വെച്ചാൽ നമുക്ക് നെറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കേ. നിങ്ങൾ ഈ എൻ്റെ ഭൂമി എന്നുള്ളത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നിങ്ങൾ തരുന്ന പാസ്വേഡ് ഉപയോഗിച്ചിട്ട് അല്ലേ? സ്വന്തമായിട്ട് ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ എനിക്ക് കാണിച്ചു തരും. പാസ്വേഡൊക്കെ ഇപ്പോൾ തരും. ഓക്കെ. അപ്പോൾ എൻ്റെ പല ഭൂമിയും പല പേപ്പറുകളൊക്കെ കൂടി എനിക്കിപ്പോൾ ഒറ്റതിൽ തന്നെ കിട്ടും, വ്യൂ ചെയ്യും ചെയ്യും. ഇതാണ് ഇപ്പോൾ എൻ്റെ ഇപ്പോൾ അവിടെ അളന്നത്, എൻ്റെ വീടും പരിസരവും അളന്നത്.
പല പേരിലുള്ള കൂടി എൻ്റെ സ്വന്തം പേരിൽ ആ ഒറ്റ സാധനം അല്ലേ, ഒരൊറ്റ ഒന്നും. ഇനിയിപ്പോൾ എന്താവശ്യത്തിന് നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പി കൊണ്ടു കൊടുത്താൽ മതി അല്ലേ? ബാങ്കിൽ പോയാൽ പോലും എന്ത് ചെയ്യാൻ പറ്റും, ഈ സർവേ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും വിഷയം ഉള്ളതാണെങ്കിൽ പോലും അവർക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്യാൻ പറ്റും, കിട്ടും, ബാങ്കിലേക്ക് കിട്ടും. അല്ലാതെ മറ്റേ വക്കീലിൻ്റെ പേപ്പേഴ്സ് ഒന്നും ഇനി ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വില്ലേജിൽ ഇനിയിപ്പോൾ ടാക്സ് അടക്കം നികുതി അടയ്ക്കാൻ പോകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ ഡിജിറ്റലായി കഴിഞ്ഞാൽ ഈ പേപ്പറുകൾ കൊണ്ടുവരണോ? പുതിയ ഡിജിറ്റൽ സർവേ നമ്പർ തരും. ആ നമ്പർ തന്നിട്ട് അവിടെ കാണിച്ചു കൊടുത്താൽ മതി, നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കാം. ഇനി നമുക്ക് ഓൺലൈനായിട്ടും അടച്ചുകൂടെ? ഇപ്പോൾ അങ്ങനെ ഉണ്ടോ? അവിടെ പോകണോ? അല്ല, ഓൺലൈനായിട്ട് അടക്കാം. ഓൺലൈനായിട്ട് അടക്കാം. അപ്പോൾ എങ്ങനെ എന്താ ചെയ്യേണ്ടത്? ഇതിൽ ഇനി ഇത് വില്ലേജിലേക്ക് ഞങ്ങൾ റെക്കോർഡ് കൈമാറിയാൽ അവിടെ ആക്കിയതിന് ശേഷം അതിന് ശേഷം അതിൻ്റെ നേരിട്ട് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് അടിച്ചിട്ട് നമുക്ക് തന്നെ പേയ്മെൻ്റ് ഒക്കെ അടക്കാം. എല്ലാ കൊല്ലവും ഇങ്ങനെ അവിടെ പോകണമെന്നില്ല. ഇല്ല, പിന്നെ നിങ്ങൾ സർവേ നമ്പർ തരും, ഡിജിറ്റൽ സർവേ നമ്പർ തരും. ആ നമ്പർ വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഇനി ഫ്യൂച്ചറിൽ എല്ലാ ഇടപാടുകളും അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഡിജിറ്റലാക്കുക, ആധാര കംപ്ലീറ്റ് ഡിജിറ്റലാക്കുക. കാലാകാലം കേടുകൂടാതെ നിൽക്കും. ഭൂമി കുലുക്കോ പ്രളയം വന്നാലൊന്നും പേപ്പർ നശിച്ചു പോകില്ല. അല്ല, അതാണല്ലോ എൻ്റെ ആധാരം കത്തിപ്പോയി വെള്ളത്തിൽ മുങ്ങി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല. കേരളം മുഴുവനും ഡിജിറ്റൽ സർവേക്ക് വേണ്ടി ഒരു വിങ് അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും സഹകരിച്ചു കൊടുക്കുക. ലാസ്റ്റ് നമ്മുടെ ഡാറ്റകൾ കേടുകൂടാതെ ഇരിക്കും. വീട് അങ്ങനെ പോയാലും ആ ഒരു യൂസർ നെയിം പാസ്വേഡ് മതിയല്ലേ നമുക്ക് സെർവറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. സെർവർ എവിടെ കിടക്കണം അറിയാലോ? അങ്ങ് ആകാശത്തൊക്കെയാണ് ഇപ്പോൾ സെർവർ കിട്ടുക. ഭൂമിയിൽ നിന്നൊക്കെ സെർവർ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്പേസിൽ വരെ സെർവർ സ്ഥാപിച്ച് കഴിഞ്ഞു. ഇന്ത്യയുടെ സെർവർ കിടക്കണ ഇന്ത്യയിലാവില്ല, വേറെ ഏതൊരു രാജ്യത്തായിരിക്കും കേട്ടോ, പലയിടത്തായിരിക്കും. അത് ഒന്നിച്ച് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്തത്. അതുകൊണ്ട് ഡിജിറ്റൽ സർവേ എല്ലാം ഡിജിറ്റൽ ആകട്ടെ. അങ്ങനെ മാറുന്നു ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ അല്ല. നമ്മളെ മോദി എപ്പോഴും പറയും ഡിജിറ്റൽ ഇന്ത്യ. ഇതൊക്കെ തന്നെ ഡിജിറ്റൽ ഇന്ത്യ. ഏതായാലും പബ്ലിക്കിനുള്ള ചെറിയൊരു ഇൻഫർമേഷൻ ഇതാണ് ഇപ്പോൾ എൻ്റെ ഹൈലൈറ്റ് ചെയ്തത്. ഇത്ര ലക്ഷം ഉൾപ്പെടെ സാധനമൊക്കെ റിപ്പയർ ചെയ്യാൻ സാധിച്ചാൽ നല്ല സർവീസ് ചാർജ് വേണ്ടി. ഇതിപ്പോൾ എവിടെ റിപ്പയർ ചെയ്യൽ? ബാംഗ്ലൂരിൽ അയക്കാന്നൊക്കെ പറയില്ല, ചെന്നൈ ഒക്കെയാണ് ഉള്ളത്. കേരളത്തിലൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. എനിവേ ഇതിനെക്കുറിച്ച് ലൈക്ക ഈ GPS സർവേ മെഷീനെ കുറിച്ചൊന്ന് പഠിക്കണം. നെറ്റിൽ കിട്ടും, കുറേയൊക്കെ ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, ഇഷ്ടമായ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഇഷ്ടമായില്ലെങ്കിലോ കമൻറ്റ് താഴത്തേക്ക് കൊടുക്കുക. ദാറ്റ്സ് ഓൾ.